ഹാമിദരും മിക്കോ സ്വഹാബികളും ഒക്കോയിരിക്കും പൊഴുതിൽ ജാസൂസൊരുത്തർ വരയാസീനബിക്കൊരു വിശേഷം വരുത്തി പൊരുളാ ബക്കാതെ സാവർ ബൈറുക്കാകെ ഏറിയ ചരക്കാകെ പൊഴുതുമിയാ. ഈദ് മുബാറക്. ഈ ഒരു പാട്ട് എൻ്റെ അനിയത്തി പാടിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ ആഡ് ചെയ്തതാണ്. ഞങ്ങളുടെ വീട്ടിലെ ഈദിൻ്റെ ബഹളമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ആകെപ്പാട് ഒരു തിരക്കും ബഹളം ആയിരുന്നു കേട്ടോ. തലേന്ന് രാത്രിയാണ് ഇതൊക്കെ ഞാനൊന്ന് പുറത്ത് പോയേക്കുമായിരുന്നു. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് പുറത്ത് പോയേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു സമയത്താണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ചട്ടുപട്ട വീട്ടിൽ വന്നു. നാളെ ഇത് കുടുംബ വീടായതുകൊണ്ട് തന്നെ എല്ലാവരും വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. തലേന്ന് രാത്രി വളരെ കുറച്ച് വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ ഏകദേശം ഒരു 1:30-2 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് ബാക്കിയുള്ള പരിപാടികളാണ് കേട്ടോ. നമ്മൾ ചിക്കൻ എന്താ പറയുക, ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ പിന്നെ പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നിങ്ങൾ കാണുന്ന സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. കുറച്ച് റെസിപ്പിയിൽ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ പെരുന്നാളിലും നമുക്കിവിടെ ബിരിയാണി ആയിരിക്കും, എല്ലാ പെരുന്നാളിലും നമുക്കിവിടെ ഒറോട്ടി ഉണ്ടായിരിക്കും, എല്ലാ പെരുന്നാളിലും നമുക്കിവിടെ വെള്ളയപ്പം, രാവിലെ മട്ടൻ കറി നിർബന്ധമായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആസ്ഥാന മട്ടൻ കറി വെപ്പുകാരി ഉമ്മിയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മി മട്ടൻ കറി ഇന്നലെ രാത്രി തന്നെ വെച്ചിട്ടുണ്ട്. രാവിലെ തേങ്ങ അരച്ച് ചേർക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇറച്ചിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് എന്താ പറയുക, അതൊന്ന് പുരട്ടി വെച്ചു. അത്രയും പൊടികളൊക്കെ ചേർത്ത് നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. അതിന് ഉച്ചയാകുമ്പോഴത്തേക്കിനും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ മാങ്ങാച്ചാർ ഇന്നലെ അരിഞ്ഞൊക്കെ വെച്ചിട്ട്, അതായത് തലേന്ന് രാത്രി തന്നെ പെരുന്നാളാണെന്ന് പറഞ്ഞപ്പോൾ മാങ്ങാച്ചാറിനുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉപ്പും അതുപോലെ കായപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഇത് ഈത്തപ്പഴമൊക്കെ ചേർത്ത് നല്ല രീതിയിൽ അതങ്ങ് റെഡിയാക്കുവാണ്. ഇന്നലെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മട്ടൻ കറിയാണ് കേട്ടോ ഇത്. ഇവിടെ ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. രാവിലെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ മട്ടൻ കറി ആയിരിക്കും. അത് ഉമ്മ വെച്ചതായിരിക്കും കേട്ടോ. എനിക്ക് ഈ ഉമ്മി വെക്കുന്ന മട്ടൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് തുനിയാറില്ല. അത്രയും ഉമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ മട്ടൻ കറി വെക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാവരും പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും പോയി. എന്നിട്ട് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ വെള്ളയപ്പം ഒറോട്ടിയൊക്കെയാണ്. അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേഗം വന്ന് പുഡിങ് സെറ്റ് ചെയ്ത് വെക്കാമെന്ന്. എല്ലാ പണികളും കിടപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും വരുന്നതിന് മുന്നേ തന്നെ എല്ലാം റെഡിയാക്കണം. പിന്നെ ഗ്യാസ് ഇല്ലാത്തത് കാരണം ഒരു ടെൻഷനും ഉണ്ട് കേട്ടോ. സത്യം പറയുവാണെങ്കിൽ ആ ഒരു നോമ്പ് തുറ തുടങ്ങിയ ടെൻഷനാണ്. ഇതെങ്ങനെ തീർന്നു പോവോ എന്നുള്ളത്. എന്തായാലും നമ്മൾ വിശ്വാസത്തിൽ ബാക്കി ഇനി എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഗ്യാസ് കാണാൻ തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിലെടുത്ത് വെക്കാം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഇപ്പം മുന്നോട്ട്. പിന്നെ ഇൻഡക്ഷനും കൂടെ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു പുഡിങ് സെറ്റ് ചെയ്യുവാണ്. എളുപ്പമുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് പാല് ഒന്ന് കാച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ 2 ടൈപ്പിലുള്ള എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായിട്ട് മധുരമാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പിസ്ത എസൻസും അതുപോലെ റോസ് മിൽക്കിൻ്റെ എസൻസുമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ നന്നായിട്ട് ഈ ഒരു ബ്രെഡ് അങ്ങ് കുതിർത്തി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കസ്റ്റർഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ ഞാൻ ഷോർട്സിൽ ഈ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു റോസ് എസൻസ് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ 2 എസൻസ് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത് ആ ഒറ്റ എസൻസ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ആ ഒരു ഗ്ലാസ്സിൽ ചെയ്ത ചെറിയൊരു സംഭവം. അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത്തവണ ഞാൻ മേടിച്ചിട്ടുള്ളത് ബട്ടർ സ്കോച്ചിൻ്റെ കസ്റ്റർഡാണ്. എനിക്ക് അതും അത്ര താല്പര്യമില്ല. എനിക്ക് വാനില കസ്റ്റർഡാണ് ആദ്യം ഞാൻ ചെയ്തപ്പോൾ വാനില കസ്റ്റർഡാണ് യൂസ് ചെയ്തത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതായത് നമ്മൾ ആ ഷോർട്സിൽ തന്ന റെസിപ്പിയാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ സെയിം തന്നെ 1-2 എസൻസ് കൂട്ടിച്ചേർത്ത് അതുപോലെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു കസ്റ്റർഡും ആണ് ഇതെന്നുള്ള വ്യത്യാസം ഞാനിതിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എന്നാൽ തന്നെ ടേസ്റ്റിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. മറ്റേതാണ് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ നമ്മൾ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ എന്തോ ഒരു എസൻസിൻ്റെ കുത്തൽ വന്ന പോലത്തെ ഒരു ഫീൽ ചെയ്തു കേട്ടോ. അതിപ്പോൾ 2 എസൻസ് യൂസ് ചെയ്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ കസ്റ്റർഡ് യൂസ് ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് പറയാം കേട്ടോ. എന്തായാലും ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യത്തേത് നമ്മൾ പിസ്ത എസൻസിൽ വെച്ചിട്ടുള്ള ബ്രെഡാണ് ചെയ്തത്. രണ്ടാമത് നമ്മൾ ഇതുപോലെ റോസ് മിൽക്കിൽ വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 4 ലെയർ ആയിട്ടുണ്ട്. ആദ്യത്തെ ലെയർ ബ്രെഡ്, പിന്നെ കസ്റ്റർഡ്, പിന്നെ നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സ്, ഈത്തപ്പഴം, ആപ്പിളൊക്കെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും അടുത്ത ഒരു ടേസ്റ്റിലുള്ള ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ഈ ഒരു കസ്റ്റർഡ് ഇട്ട് കൊടുക്കാം.
ഇനി എൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് നട്ട്സും ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാവേ. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബട്ടർ സ്കോച്ചിൻ്റെ ഒന്നും എടുക്കണ്ട കേട്ടോ. എന്നാൽ ഈ നമ്മുടെ വാനില കസ്റ്റർഡ് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. ഞാനൊരു ഡിഫറൻസിന് വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയാണ്. പക്ഷേ എനിക്കത് കുഴപ്പമില്ല, തിന്നാം. പക്ഷേ എന്നാലും അത്ര ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. എനിക്ക് വാനില കസ്റ്റർഡാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലൈലാത്താൻ്റെ മരുമോളും കുഞ്ഞാവയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു കസ്റ്റർഡ് മിക്സിലേക്ക് തന്നെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആ ഒരു റോസ് മിൽക്കിൻ്റെ എസെൻസ് ഒഴിച്ചിട്ട് കൊടുത്തു. ഇത് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഈത്തപ്പഴമൊക്കെ ഇട്ട് നട്ട്സൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി കൊടുത്തു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പായസം ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, അപ്പോൾ വരുന്നപ്പോൾ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൊടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ അവളും വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്കാണ്. അപ്പോൾ ലൈലാത്താൻ്റെ മരുമോൾ അവർ ബിരിയാണിയൊക്കെ ഓർഡറാണ് കേട്ടോ. ഇപ്പം മിക്കയിടത്തും ഓർഡറാണല്ലോ, നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എപ്പോഴും ബിരിയാണി ഉണ്ടാക്കല്ലേ. എനിക്കെന്തോ ഓർഡർ കൊടുത്ത് പെരുന്നാളിൻ്റെ അന്ന് ഇങ്ങനെ എനിക്കെന്തോ അത്ര ഇഷ്ടമില്ലാത്ത പോലെയാണ് കേട്ടോ. ശരിക്കും പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാം. നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അധിക പേര് ഓർഡറായിരുന്നു. പിന്നെ ഇപ്പോൾ കുറേ പേരൊക്കെ ഇത്തവണ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഗ്യാസ് ഇല്ലാത്ത പ്രശ്നം കാരണം പല കാറ്ററിങ്ങിനും അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്ന് കേട്ടു. എന്തായാലും നമുക്ക് അന്നും ഇന്നൊക്കെ ഈ ഒരു ഉണ്ടാക്കലാണ്. പിന്നെ എല്ലാവരും വരും. അപ്പോൾ ഉണ്ടാക്കി എനിക്ക് ആ ഒരു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അതുകൊണ്ടായിരിക്കും എനിക്കതിനോട് താല്പര്യമില്ലാത്തത്. എന്തായാലും നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നമ്മളിതാ ഇനി റൈസ് ഇട്ട് സെറ്റാക്കുവാണ് കേട്ടോ. ആ ഒരു ബിരിയാണി ഒന്ന് പിന്നെ ദമ്മിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ഇൻഡക്ഷനിൽ വെച്ചിട്ട് ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമ്മൾ ചിക്കനിലേക്ക് മസാലയൊക്കെ പറ്റിയിട്ട് കുറേ നേരമായി വെച്ചിട്ട്. അപ്പോൾ ഉച്ചയായപ്പോൾ അതിലേക്ക് നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി നമുക്ക് അധികം ഐറ്റംസ് ഒന്നും നമ്മൾ ഗ്യാസിൻ്റെ ലഭ്യത കുറവ് മൂലം നമ്മൾ കുറേ ഐറ്റംസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് ടേബിളും നിറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാലഡിലാണ് കേട്ടോ ഇത്തവണ ഞാൻ പിടിച്ചത്. അപ്പോൾ 2-3 ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ സാലഡാണ് കേട്ടോ. അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കനും ക്യാബേജും ഒക്കെ കൂടി ഒന്ന് സോസും അതുപോലെ മയണൈസും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള, തക്കാളി ഒക്കെ ഇതുപോലെ നാരങ്ങാനീര് ഉപ്പും പുരട്ടിയിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 ലെയറായിട്ട് വെച്ചു. ആദ്യം കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആ ചിക്കൻ്റെ ലെയർ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വീണ്ടും വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കുരുമുളക് പൊടി ഒരു ലൈറ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് അത് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാം. അതായത് ചിക്കൻ ഇട്ട സാലഡ് ഉമ്മിക്കൊന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വെജ് സാലഡ് ഈ റെസിപ്പി ഞാൻ പെരുന്നാളിൻ്റെ അന്ന് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ, അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ക്യാബേജ്, സവാള, പിന്നെ പച്ചമുളക്, തക്കാളി, പച്ചമാങ്ങ, നല്ല ചെനച്ച മാങ്ങയാണ് കേട്ടോ നല്ലത്. പിന്നെ ക്യാപ്സിക്കം, കുറച്ച് മാംഗോ എസെൻസ്, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഐറ്റംസ് ചേർക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഒരു ക്രഞ്ചിനെസ് നല്ല അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കൃക്രായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആപ്പിളും അതുപോലെ ചെറിയൊരു മധുരത്തിനും കൂടെ വേണ്ടിയിട്ട് ക്യാരറ്റും ആപ്പിളും നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ തക്കാളി ചേർക്കുമ്പോൾ അതിൻ്റെ ഉൾവശം ചേർക്കണ്ട കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമുള്ളത് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആപ്പിളും ഇതുപോലെ നൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു അല്പം നാരങ്ങാനീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിടുക്കാച്ചി സാലഡ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വരുമ്പോൾ ടേബിൾ നിറയെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്യാസിലധികം സാധനങ്ങൾ ഉണ്ടാക്കാതെ നമ്മൾ മാക്സിമം അങ്ങനെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ കാണുമ്പോൾ ഒരു ഇഷ്ടമാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ റൈത്ത റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കച്ചമ്പർ റെഡിയാക്കിയിട്ടുണ്ട്, അതും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ എല്ലാം ഒരു ക്ലീൻ ഫിലിം കൊണ്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ജുമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇനി ഞാനപ്പോൾ ഓർത്തു വേഗം പോയി ചിക്കൻ ഫ്രൈയുടെ ബാക്കി പരിപാടികൾ ചെയ്യാം. ചിക്കൻ ഫ്രൈ ഏകദേശം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില, ഇനി കുറച്ച് ഉണക്കമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഞാൻ ഷോർട്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും തട്ടുകടയിൽ ആ ഒരു 65 ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ഇരിക്കും കേട്ടോ. ആ ഒരു പെരിപ്പെരിൻ്റെ മസാല പോലെ ആ ഒരു ഉണക്കമുളകും കൂടെയൊക്കെ ചേർത്തിട്ടുണ്ടാകുമ്പോഴേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ ക്ലീൻ ഫിലിം കൊണ്ട് ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാം കേട്ടോ. ഒന്ന് തണുപ്പിച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ പപ്പടവും കൂടെ പൊരിച്ച് നമ്മൾ ചോറൊക്കെ എടുത്തു. അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് നെയ്ച്ചോറും മട്ടൻ
മട്ടൻ കറിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സാലഡ്സ് ഉണ്ട്, പിന്നെ പൊരിച്ച ചിക്കൻ ഉണ്ട്, അതുപോലെ ചിക്കൻ ബിരിയാണി ഉണ്ട്, മാങ്ങാച്ചാറുണ്ട്, ഒറോട്ടിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ ഇഫ്താർ ടേബിള്, ലഞ്ച്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റുന്നില്ല. സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. നന്നായി വന്നു ബിരിയാണി. പിന്നെ എന്താ പറയേണ്ടത്, ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും അടിപൊളിയായിട്ടുള്ള ബിരിയാണി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞാൻ അടിപൊളിയായിട്ട് വന്നു ബിരിയാണി. നല്ല കൈമ റൈസൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. റെസിപ്പിയൊക്കെ ഒരുപാട് പ്രാവശ്യം ഇട്ടാണല്ലോ, അപ്പോൾ പിന്നെ ഞാൻ അതിൽ ഇനി ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഈ ഒരു പുഡിങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ഓക്കെ പുഡിങ് അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ആ ഷോർട്സിലിട്ട അത്രയും ഒരു അടിപൊളിയായിരുന്നു അത്. അപ്പോൾ അത്രയും ഒരു ഇതിന് വന്നില്ല കേട്ടോ. ഒരു എസൻസിൻ്റെ എന്തോ ഒരു കുത്ത് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പൊതുവേ അങ്ങനെ എസൻസിൻ്റെ കുത്ത് ഫീൽ ചെയ്യുന്നത് ഇഷ്ടമല്ല. ബിരിയാണിയിലാണെങ്കിൽ പോലും എസൻസിൻ്റെ ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അധികം വരുന്നത്. ലൈറ്റായിട്ട് ബിരിയാണിയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവറാണ് ഇഷ്ടം. അപ്പോൾ അതുപോലെ ഇതിനൊരു ചെറിയൊരു എസൻസിൻ്റെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്കൊരു കുഴപ്പം തോന്നിയത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ റെസിപ്പി ചെയ്താൽ മതി. നിങ്ങളാരെങ്കിലും ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല മൊഞ്ചത്തിയായിട്ടുണ്ട്. അപ്പോൾ ദാ സംഭവം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും കുറച്ച് നേരം കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ആ ഒരു വീഡിയോ ആണിത്. വീട്ടിൽ ഉമ്മി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തിക്കടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ ഞാൻ ഈ ഒരു തിക്കടീൻ്റെ റെസിപ്പി ഇനി വീട്ടിൽ നിൽക്കാൻ പോകുമ്പോഴത്തേക്കിനും നമ്മളെല്ലാവരും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ഞാനിത് ചെയ്ത് റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ് തിക്കടിയും അതുപോലെ ബീഫ് കറിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് രാത്രി നമുക്ക് അതല്ല കേട്ടോ കഴിക്കാൻ. ഇന്ന് നമുക്ക് നല്ല കഞ്ഞിയാണ് കേട്ടോ വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. സുലൂമിന്ന് ഉച്ചക്ക് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഇത്തവണ ബിരിയാണി വെച്ചിട്ട് ഒരു ഇത്തിരിക്കോളം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അനിയത്തി ആണെങ്കിൽ കുറച്ച് പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നും ഈ ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഞ്ഞി, പിന്നെ പയറുണ്ടാക്കാം കേട്ടോ, പിന്നെ പപ്പടവും ഒക്കെയാണ്. അത് ഇക്കാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇക്കാക്ക് നെയ്ച്ചോറ് ബിരിയാണി ഒന്നും വേണ്ട, ഇറച്ചിയേ വേണ്ടാന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഞ്ഞിയും പയറും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉമ്മി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് കേട്ടോ. പിന്നെ എല്ലാവരും പെരുന്നാൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. മോനുമാമൻ്റെ വക എല്ലാവർക്കും 500 രൂപ വീതം പെരുന്നാൾ പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്കും തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ, ഞങ്ങളുടെ പെരുന്നാൾ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ജാസൂസുരുത്തർ വരയാസീനബിക്കൊരു വിശേഷം വരുത്തി പൊരുളായി ബക്കാതെ സാവർ ബൈറുക്കാകെ ഏറിയ ചരക്കാടെ പൊന്നു സുമയ്യ വരുന്നു വാദി ബദർ ചേരുന്നു വർഗതി